എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. വെറുതെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. നമ്മൾ താമസിക്കുന്നത് ഒമാനിലെ നിസ്വ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിസ്വയിൽ ഫെർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ലുലു, കാരിഫോർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉള്ളത് ഈ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഒരു മെയിൻ സിറ്റി എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ വെറുതെ ഫെർക്കിലോട്ട് ഇറങ്ങിയതാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങ് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ഫെസ്റ്റിവൽ പോലെ എന്തോ നടക്കുന്നുണ്ട് ഒമാനീസിൻ്റെ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫെർക്കിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഫെർക്കിലേക്ക് വരാനായിട്ട്. നിസ്വയിലെ ഗ്രാൻഡ് മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇത് എന്തുവാണ് കറക്റ്റ് സംഭവം എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് കാണാമല്ലോ. ചെറിയ ഫെസ്റ്റിവലാണ്, വലിയ മസ്കറ്റ് ഫെസ്റ്റിവൽ പോലെ വലിയ സംഭവങ്ങളൊന്നുമല്ല, ചെറിയൊരു ഫെസ്റ്റിവൽ പോലെ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പാർക്കിംഗ് ഏരിയ കുറച്ച് ഭാഗത്ത് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് കൊണ്ടാവാം പാർക്കിങ്ങും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഹൈപ്പർ മാക്സ് എന്ന് കാണുന്ന ബോർഡ് കണ്ടില്ലേ, അത് പണ്ടത്തെ കാരിഫോർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒമാനിൽ ഫുൾ എനിക്ക് തോന്നുന്നു കാരിഫോർ മാറ്റി ഇപ്പോൾ ഹൈപ്പർ മാക്സ് ആക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പേര് മാത്രമേ മാറിയുള്ളൂ, അതോ എല്ലാം ചേഞ്ച് ആയോ എന്നറിയില്ല. കാരിഫോർ ഇപ്പോൾ ഹൈപ്പർ മാക്സ് ആണ്, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു അറിവ് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് മാളിൻ്റെ പാർക്കിംഗ് ഏരിയ കണ്ടില്ലേ, കുറേ സ്ഥലത്തായിട്ട് ഇവരിത് മാറ്റിയേക്കുന്ന കാരണം പാർക്കിങ് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് പാർക്ക് ചെയ്യാം. ഗ്രാൻഡ് മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നമുക്ക് പാർക്കിംഗ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഇൻ്റർസിറ്റി വലിയൊരു ഹോട്ടലുണ്ട്, അപ്പോൾ അതിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും പാർക്ക് ചെയ്തിട്ട് മുന്നിലേക്ക് പോവുകയാണ്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ, പാട്ടോ എന്തൊക്കെയോ സംഭവങ്ങൾ മ്യൂസിക്കും എല്ലാം കൂടി ഇട്ടിട്ട് ഭയങ്കര ഒരു സൗണ്ടാണ്. അപ്പോൾ ഞാനതെല്ലാം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ഫുഡ് സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ ഏരിയയിലായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഫുഡ് സ്റ്റാൾ, പിന്നെ കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് കേട്ടോ നിസ്വ ഗ്രാൻഡ് മാൾ, അതിൻ്റെ പാർക്കിംഗ് ആണ് ഈ ഭാഗം. ഇതാണെന്ന് തോന്നുന്നു മെയിൻ എൻട്രൻസ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫാമിലി വന്നിട്ടില്ല. അപ്പോൾ അവരെ ഇതുപോലെ വിളിച്ചു, നമ്മൾ ഇതുപോലെ ഒരു സംഭവം നടക്കുന്നുണ്ട്, പെട്ടെന്ന് വായോ പറഞ്ഞു. അപ്പോൾ അവർ റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരും കൂടെ വന്നിട്ട് നമുക്കൊന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. പെർഫ്യൂംസ് അത്ര ഒക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. കുറച്ച് സ്റ്റാളുകളുണ്ട്. അതുപോലെ അവരുടെ ഈ പുകയ്ക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറച്ച് സ്റ്റാളുകളാണ് ഈ ഏരിയയിലുള്ളത്. അപ്പോൾ മറ്റേ ഫാമിലി വന്നിട്ടില്ല. അപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾ വെറുതെ അകത്തോട്ട് കയറി. ഇവിടെ ഇങ്ങനെ ടോയ്സും മാല, വള, നമ്മുടെ ഈ അമ്പലപ്പറമ്പിലും പള്ളിപ്പെരുന്നാളുകൾക്കും ഒക്കെ ഉണ്ടാവുമല്ലേ, അതുപോലെ ഉള്ള കുറേ സംഭവങ്ങൾ ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ലൈറ്റ് കത്തുന്ന ബലൂണ്, മാല, വള അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഇവിടെ ഉണ്ട്. അവിടെ ഒരു സ്റ്റാളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ കുറേ ടോയ്സാണ് കേട്ടോ. ഇവിടെ കുറേ ടോയ്സ് ഉണ്ട്.
പിള്ളേരെയൊക്കെ അല്ലേ കൂടുതൽ വരുന്നത്, അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. നോക്കിക്കേ, ഇതാരായിരിക്കുന്നതെന്ന്. കുറേ പേരെ ചെയറിലിരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും കുട്ടികൾ വാങ്ങും. പിന്നെ കുറേ കാറും അങ്ങനത്തെ സംഭവങ്ങൾ, കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ. ഇതാ തൂക്കിയിട്ടിരിക്കുന്ന റെഡ് കളർ കണ്ടോ, അത് ലവ് ആണ്. LOVE എന്നുള്ള ഒരു എന്തോ നമ്മുടെ ഈ തുണി കൊണ്ടുള്ളൊരു സംഭവമാണ് കണ്ടോ. ഇതെനിക്ക് വാങ്ങണമെന്ന് പറഞ്ഞപ്പം ഇതും അല്ലെങ്കിൽ വാങ്ങിയാൽ ഇതിപ്പോൾ പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കണ്ടേ ഇതിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചിറങ്ങുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ കുറച്ച് സംഭവങ്ങൾ, പ്ലേ ഏരിയ ഒക്കെ കുറേ ചെയ്തിട്ടുണ്ട് ഇവർ കേട്ടോ. അപ്പോൾ ഈ വരുന്ന കുട്ടികൾ ഇത് പാസ് ഉണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ. ചിലപ്പോൾ പാസ് ഉണ്ടാവും, അതോ ഫ്രീ ആയിട്ടാണോ കളിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാലും നമ്മുടെ കുട്ടികൾ ഇച്ചിരി കൂടെ വലുതായതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ വേറെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് അവർ വന്നു. അപ്പോൾ നേരെ വന്ന പാടെ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കഴിക്കാം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വിശപ്പാണ് എല്ലാവർക്കും. ഇവിടെ ഗെയിംസ് എന്തോ നടക്കുന്നുണ്ട്. കുട്ടികളോട് എന്തൊക്കെയോ ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. കുറേ പേരെ സ്റ്റേജിലേക്കൊക്കെ കയറ്റുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കണ്ണ് പെട്ടെന്ന് വേറൊരു സാധനത്തിലാണ് ഉടക്കിയത്. എനിക്കിത് എവിടെ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പിടിച്ചിട്ട് നടക്കാനൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ കുട്ടികളോട് ഇത് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവരൊക്കെ വലുതായി, അവർ കുഞ്ഞു കുട്ടികളാത്രേ ഈ ബലൂണൊക്കെ പിടിച്ചിട്ട് നടക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ചെറുതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതൊക്കെ പിടിച്ച് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷേ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാനത് വാങ്ങാത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികളോട് എന്തൊക്കെയോ ചോദിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഓരോരുത്തരെ ഗെയിംസിലേക്ക് പങ്കെടുപ്പിക്കാനാണെന്ന് തോന്നുന്നു സ്റ്റേജിലേക്കൊക്കെ കയറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വേറൊരു സ്റ്റാൾ കണ്ടു. അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ പള്ളിപ്പെരുന്നാളിനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അതിനകത്തും. കോണൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ കഴിക്കുന്നുണ്ട്. കഴിപ്പ് തുടങ്ങി ഓൾറെഡി. അപ്പം ബാക്കിയുള്ളവർക്ക് അതൊന്നും വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് പോവാണ്. അങ്ങോട്ട് ചെല്ലും തോറും കുറച്ച് തിരക്ക് കൂടുതലാണ്. ഇവിടെ കുറേ ടേബിളും ചെയറും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റാളുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ നിന്ന് കഴിക്കാതെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സംവിധാനം അവർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഗെയിം എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഹാൻഡ്സ് അപ്പ് ഹാൻഡ്സ് ഡൗൺ എന്നൊക്കെ പറയത്തില്ലേ, അപ്പം കറക്റ്റായിട്ട് വെക്കുന്ന കുട്ടികളെ ഇവർ ഇന്നാക്കും, ബാക്കിയുള്ളവരെ ഔട്ടാക്കും. അതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് കേട്ട് നോക്കാം. راس اعطيه فرصه بعدين بطن. ايوه راس بطن رجل بطن حلو. لحظه 1 2 3 مع السلامه. تريد تشخصنها؟ ها 1 عندك 3. عفوا شباب 1 مع السلامه. وانا اقول شباب وشباب وين؟ مع السلامه. روحنا هنا وانت بعد مع السلامة معاهم. ايوه مع السلامة انت بعد مع السلامة معاهم مع السلامة. يلا جاهزين نكمل شباب؟ ركز خلينا نكمل. تريد تشوف الفريق البنات يفوز؟ باغيين تفوزوا؟ جاهزين؟ الراس بطنها في راسها. هذه مع السلامة واحدة. من بعد هي بعد هذه بعد مع السلامة نكمل المسابقة. الراس بطن. كيف حالك؟ بخير؟ خسرتي مع السلامة. وهوي انت خسرت؟ ايوه خسرت مع السلامة نكمل المسابقة. كم بنت. അപ്പോൾ ഗെയിം എന്തായിരുന്നെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ സ്റ്റാൾ എന്താണെന്ന് നോക്കാനായിട്ട് പോവാണ്. തണുപ്പത്ത് നല്ല രസമല്ലേ, നല്ല ചൂട് മുഷ്കാക്ക് കഴിക്കുന്നത്. അപ്പം മുഷ്കാക്ക് കണ്ടപ്പോൾ മുഷ്കാക്ക് ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് മുഷ്കാക്ക് ഓർഡർ ചെയ്തു. പക്ഷേ ആയിട്ടില്ല, വെച്ചിട്ടേ ഉള്ളവരത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് അറബിക് സ്വീറ്റ്സ്, ഐസ്ക്രീംസ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്നാൽ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ സൈഡിലേക്കൊന്ന് പോവുകയാണ്.
അറബിക് സ്വീറ്റ്സ് കിട്ടുന്ന ഒരു ഷോപ്പാണത്. അപ്പോൾ അവിടുന്ന് ഒരു സ്വീറ്റ് ലിക്യുമാത്ത് ഓർഡർ ചെയ്തു. അതിനുശേഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഐസ്ക്രീം കിട്ടി. ഐസ്ക്രീം കിട്ടിയതല്ല, വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ സ്ട്രോബെറിയും വാനിലയും കൂടെയുള്ള ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല ചൂട് ലിക്യുമാത്തും വന്നു. അപ്പോൾ അതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പൊട്ടറ്റോ ടൊർണാഡോയും കൂടെ കിട്ടി. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടുന്ന് ബസ്സുണ്ട്, ഇൻ്റർസിറ്റി ബസ് സർവീസ് ഫ്രീ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എന്നാൽ അതേലൊന്ന് സൂക്കിൽ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബസ്സിൽ കയറാനായിട്ട് പോകണം കേട്ടോ. ഫ്രീ സർവീസാണ്. അങ്ങനെ 16 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ബസ്സിൽ ഒരു ട്രാവൽ ചെയ്യുവാണ്. അല്ലാതെ ഈ ടൂറിന് 1-2 പ്രാവശ്യം വലിയ ബസ്സിൽ കയറിയിട്ടുണ്ട്, നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ ടൂറ് പോകുമ്പം. അല്ലാണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് 16 വർഷമായി കേട്ടോ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട്. അപ്പോൾ പിള്ളേരൊന്നും കയറിയിട്ടുമില്ല ബസ്സിൽ. നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ പോകുന്ന ഒരു സാവകാശം നമുക്ക് കിട്ടിയിട്ടില്ല. ആകപ്പാടെ കുറച്ച് ദിവസത്തേക്കല്ലേ നമ്മൾ നാട്ടിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ബസ്. അപ്പോൾ നമ്മൾ കയറി. നമുക്ക് കുറച്ച് ഭാഗത്ത് ഫുള്ള് ജെൻസ്, കുറച്ച് ഭാഗത്ത് ലേഡീസ്, അങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ബസ് സർവീസ് ഉണ്ട് സൂക്കിലേക്ക്. അപ്പം നമ്മൾ സൂക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ശരിക്കും കിട്ടുന്നില്ല. കാരണം ലേഡീസിൻ്റെ സെക്ഷനിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ഒരു ഫിലിം പോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പ്രൈവസി ആയിട്ട് ഉള്ളതുകൊണ്ടാവാം അങ്ങനെ ചെയ്തിരിക്കുന്നത്. കൊണ്ട് നമുക്ക് ശരിക്ക് കിട്ടുന്നില്ല കേട്ടോ വീഡിയോ. അപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ കൂടെ മാക്സിമം ഞാൻ സൂം ചെയ്തിട്ടൊക്കെ കുറച്ച് ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നാൾ കൂടിയിട്ട് ഇങ്ങനെ ബസ്സിൽ പോകുമ്പോഴത്തേക്കിനും അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ 16 വർഷത്തിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി. അതാണ് ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡായിട്ട് വന്ന ഒരു സംഭവമാണ് കേട്ടോ. ബസ്സിൽ കയറണമെന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ബസ് സർവീസ് ഉണ്ടെന്ന് നേരത്തെ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഇത് കാണാൻ വന്നപ്പോൾ അങ്ങ് കണ്ടു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ നിസ്വ ഗേറ്റാണ് കേട്ടോ ഇത്. അവിടെ നമ്മുടെ സുൽത്താൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നിസ്വ ഗേറ്റ് വഴി കടന്ന് നമ്മൾ സൂക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സൂക്കിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ കയറി തിരിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ബസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ബസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ സൂക്കിലേക്ക് പോവുകയാണ്. ഇതാണ് കേട്ടോ നമ്മൾ വന്ന ബസ്. ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് ഈ ബസ് അപ്പോഴത്തേക്ക് പോകുമായിരിക്കും. ഇനി അടുത്ത വേറെ ബസ് വരുമ്പോൾ അത് തിരിച്ച് പോകുന്ന കൂട്ടത്തിൽ നമുക്ക് തിരിച്ച് പോകാം. നമ്മുടെ സുൽത്താൻ്റെ ഫോട്ടോ ഒക്കെയുള്ള ബസ്സിലാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കയറിയത്. ഇനി നമുക്ക് സൂക്കിൻ്റെ ഉള്ളിലേക്ക് പോകാം. സൂക്ക് കാണാൻ വരുന്നവർക്ക് ഇങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് സൂക്കിൻ്റെ ഉള്ളിലെല്ലാം ഫുള്ള് കൊണ്ട് കാണിച്ചു തരും ഇവർ, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ.
ഇത് കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും ഫോട്ടോ എടുക്കണം, കയറിയാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ കയറാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ. അത് കാരണം പിന്നെ ഫോട്ടോയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പല രീതിയിലും പല ഭാവത്തിലും പല രൂപത്തിലൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ സൂക്കിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഒരെണ്ണത്തിൽ പിടിച്ച് നിന്ന് ഫോട്ടോ എടുത്തിട്ട് മതിയാഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരാൾ വേറെ പോസ് ചെയ്യുന്നു. നമ്മളെപ്പോൾ സൂക്കിൽ വന്നാലും ഹലുവ വാങ്ങാതെ പോയ ചരിത്രമേ ഇല്ല. കാരണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അതുപോലെ പല ടൈപ്പ് ഹൽവ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. നല്ല റേറ്റ് ഉണ്ട്. എന്നാലും ഇതൊരു പ്രാവശ്യം ഒരു സ്പൂണിൽ നമ്മളിങ്ങനെ വായിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. പിന്നെ നമുക്കത് കഴിക്കാനായിട്ട് തോന്നും. ഒരു പാത്രത്തിൽ ഒരു അത്യാവശ്യം വലിയ ബൗളിലൊക്കെ വാങ്ങിയാൽ തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ തീരും. അതുപോലെ ടേസ്റ്റിയാണ്. പല ഫ്ലേവറിൻ്റെ നമുക്ക് കിട്ടും വാങ്ങാനായിട്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹൽവ അപ്പോൾ കുറേ ഷോപ്പിലിങ്ങനെ ഹൽവ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് നമ്മൾ വാങ്ങി കൊണ്ടുപോകലാണ് പതിവ്. സാമ്പിള് നമുക്ക് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് വാങ്ങിയാൽ മതി. അങ്ങനെ കുറേ ടൈപ്പ് നമുക്ക് വെച്ചിട്ടുണ്ട്. നമുക്കതിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് തോന്നിയത് നമ്മളൊരു ബൗൾ വാങ്ങി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് എത്ര മധുരം ഇഷ്ടമില്ലാത്തവർക്കും അത് ഭയങ്കര ടേസ്റ്റാണ്. അത് നമ്മൾ കഴിക്കും. എത്ര മധുരം ഇഷ്ടമില്ലാത്തവരും അത് കഴിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹം പറയുന്നത് ഹണി ചേർത്ത ഹൽവയുണ്ട്, ജാഗരി ചേർത്ത ഹൽവയുണ്ട്, ഒന്നും ചേർക്കാത്ത ഹൽവയുണ്ട്, അങ്ങനെ പിസ്ത ഇട്ട ഹൽവയുണ്ട്, പിസ്തയും ബദാമും എല്ലാം കൂടി ഇട്ടതുണ്ട്. അതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നമുക്ക് ആ 4-5 ടൈപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം, എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ട ടൈപ്പ് ഒരെണ്ണം അങ്ങ് വാങ്ങിച്ചു. ഒരെണ്ണമേ വാങ്ങുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഈ 2-3 ദിവസത്തിനുള്ളിൽ ഇത്രയും സാധനം നമ്മുടെ വയറ്റിനകത്തായി പോവും. അത് കാരണം വാങ്ങുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ വന്ന് വാങ്ങാമല്ലോ. അപ്പോൾ അത്യാവശ്യത്തിന് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങുന്നുള്ളൂ ഇപ്പം. പിന്നെ പല ടൈപ്പ് ടീ എല്ലാം, പൊമഗ്രാനൈറ്റ് ടീ, മാംഗോ ടീ കണ്ടില്ലേ, മിക്സ്ഡ് ഫ്രൂട്ട് ടീ, അങ്ങനെ ലെമൺ ജിഞ്ചർ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഇവരുടെ മെയിനായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. അതെല്ലാം വെച്ചിരിക്കുന്ന സ്റ്റാളുകളാണിതെല്ലാം. ഇവിടുത്തെ ഏത് ഷോപ്പിൽ ചെന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് കാവയും ഖജൂറും. അപ്പം ഇവിടെയും അത് വെച്ചിട്ടുണ്ട്, എല്ലാ ഷോപ്പുകളിലും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് കഴിച്ചിട്ട്, അങ്ങനെ കാവയും ഖജൂറും കൂടെ നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല, നമ്മളങ്ങനെ എടുത്ത് കുടിക്കാറില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരിച്ചിരി കാവയും ഖജൂറും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഖജൂർ ഇങ്ങനെ വായിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചവച്ചിട്ട് ആ കൂട്ടത്തിൽ ഇങ്ങനെ അത് ഇറക്കുന്നതിന് മുന്നേ ഇങ്ങനെ കാവ കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരവും നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കഴിക്കുന്നത്. അല്ലാതെ കാവ മാത്രം എടുത്ത് കുടിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഖജൂർ തിന്നിട്ടുണ്ട്.
റെഡ് പെപ്പർ കണ്ടു. ഞാൻ ഇതുവരെ ഇതിന് മുമ്പേ കണ്ടിട്ടില്ല കേട്ടോ. റെഡ് പെപ്പർ ഇങ്ങനെ നമ്മൾ നാട്ടിലൊക്കെ കുരുമുളക് പറിച്ച് പഴുത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ഉണങ്ങിയ റെഡ് പെപ്പർ കണ്ടിട്ടില്ല. ഗ്രീൻ പെപ്പർ കണ്ടില്ലേ, ഗ്രീൻ പെപ്പർ, വൈറ്റ് പെപ്പർ, അങ്ങനെ എല്ലാ ടൈപ്പ് പെപ്പർ, അങ്ങനെ കുറേ സ്പൈസസ് ഇവിടെ ഉണ്ട്. ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ കിട്ടും. പക്ഷെ നല്ല വിലയാണെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പിന്നെ ഒന്നും വാങ്ങുന്നില്ല അതിൽ നിന്നൊന്നും. പിന്നെ റോസ് ബഡ്സ്, ഡ്രൈഡ്, പിന്നെ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കിട്ടും കേട്ടോ ഇവിടെ സൂക്കിൽ വന്നു കഴിഞ്ഞാൽ. നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്തതുണ്ടോ. ഡ്രൈഡ് ലെമൺ, ബ്ലാക്ക് ലെമൺ, മറ്റേ സാധാരണ കളറിലുള്ള ലെമണുണ്ട്. എല്ലാതും ഇവിടെ കിട്ടും. ഇവരുടെ മെയിനായിട്ടുള്ള സംഭവമാണ് ഇവിടെയുള്ളതെല്ലാം. പൗഡേർഡ് ഫോമിൽ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. എല്ലാ സംഭവങ്ങളും ഇവിടെ പൊടിച്ചും പൊടിക്കാതെയും എല്ലാ രീതിയിലും വെച്ചിട്ടുണ്ട്. രണ്ടുപേര് അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ പെറുക്കുന്നുണ്ട്. ഗമ്മീസ്, പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതാ മുരിങ്ങ ലീവ്സാണിത്. ഞാൻ ആദ്യം ഓർത്തു നമ്മുടെ കസൂരി മേത്തിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ വായിച്ച് നോക്കിയപ്പോൾ മുരിങ്ങ ലീവ്സാണ്. ഡ്രൈഡ് ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നട്ട്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈ ഒരു സെക്ഷനിൽ ഉണ്ട്. ഡ്രൈഡ് കോക്കനട്ട് വരെ ഉണ്ട് കേട്ടോ. കോക്കനട്ട് ഇങ്ങനെ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡേറ്റ്സിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. എന്താണെന്ന് പേരൊന്നും അറിയത്തില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഡേറ്റ്സാണത്. ഡേറ്റ്സിനെ എന്തൊക്കെയോ കോട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിന് നമ്മുടെ ലാസ്റ്റ് ബസ് പോകാനുള്ള സമയമായെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓടി വന്ന് ബസ്സിൽ കയറി. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് നമ്മുടെ നിസ്വ ഫർക്കിലേക്ക് പോവുകയാണ്. ഫർക്ക് വരെയാണ് ബസ്സുള്ളത്. ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഈവനിങ് വ്ളോഗിലെ വിശേഷങ്ങൾ. 16 വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറിയതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുമ്പം നല്ലൊരു രസം തന്നെയല്ലേ. അധികം ദൂരമൊന്നും പോയില്ലെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.